ഉപരോധ സമരത്തിന്റെ 7ാം ദിനമായ ഇന്ന് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ കരയും കടലും ഉപരോധിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സമരസമിതി വ്യക്തമാക്കി. പൂന്തുറ ഇടവകയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് ഇന്ന് കടലും സമരവേദിയായി മാറി. കരമാർഗവും കടൽമാർഗവും തുറമുഖ പദ്ധതി പ്രദേശം സമരക്കാർ വളഞ്ഞു. ബാരിക്കേഡുകൾ മറികടന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം പദ്ധതി പ്രദേശത്തെത്തിയപ്പോൾ ഒരു വിഭാഗം കടൽമാർഗവും നിർമ്മാണ സ്ഥലത്തെത്തി പ്രദേശം വളയുകയായിരുന്നു. ബാരിക്കേഡുകളും ഗേറ്റുകളും ഭേദിച്ച സമരക്കാർ പദ്ധതി പ്രദേശത്തെ ടവറിന് മുകളിൽ കൊടിനാട്ടി. ചെറിയതുറ, സെന്റ് സേവിയേഴ്സ്, ചെറുവെട്ടുകാട് ഇടവകളുടെ നേതൃത്വത്തിലാണ് കരമാർഗം തുറമുഖം ഉപരോധിക്കുന്നത്. പ്രദേശം വളഞ്ഞ സമരക്കാർ കരയിൽ നിന്നും കടലിൽ നിന്നും സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. പൂന്തുറ ഇടവകയിലും മറ്റ് ഇടവകളിലുമുള്ള മത്സ്യത്തൊഴിലാളികൾ 500-ലേറെ വാഹനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ വാഹന പ്രതിഷേധ ജാഥയ്ക്കും തുടക്കം കുറിച്ചു. ഒപ്പം 9 മണിയോടെ തന്നെ കടലിലൂടെ വള്ളമിറക്കിയുള്ള പ്രതിഷേധ ജാഥ വിഴിഞ്ഞം മത്സ്യബന്ധന ഹാർബറിൽ നിന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറില്ലെന്ന് സമരരംഗത്തുള്ളവർ ആവർത്തിച്ചു. ഈ വൈദികരൊക്കെ ആരുടെയോ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇവർക്കെതിരെ, ഈ രാജ്യത്തിന്റെ വികസനത്തിനെതിരെ ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ച് ഈ സമരം നടത്തുന്നതെന്ന് പറയുന്നുവല്ലോ. ഈ വൈദികരാരാണ്? എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് ഈ സമരം. 50,000-ഓളം മത്സ്യത്തൊഴിലാളികൾ ഈ ലത്തീൻ അതിരൂപതയിലുണ്ട്. 30,000-ഓളം മത്സ്യ കച്ചവട സ്ത്രീകളുണ്ട്. ഇവരെല്ലാവരും ഈ കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നടത്തുന്ന സമരം ഓരോ തെളിവ് വച്ചിട്ടാണ്, ഓരോ തെളിവ് നിരത്തിയാണ്. ഈ തുറമുഖം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കുടിലുകൾ നഷ്ടപ്പെട്ട, വീടുകൾ നഷ്ടപ്പെട്ട, കളിസ്ഥലം നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് ജനതയുടെ വേദനയാണ് തെളിവ് നിരത്തി ഞങ്ങൾ പറയുന്നത്. എന്നാൽ ഞങ്ങളെ രാജ്യദ്രോഹികളായി മുദ്ര കൂട്ടുന്നവർ വെറും നയാ പൈസയ്ക്ക് വിലയില്ലാത്ത ചില വാക്കുകൾ മാത്രം ആഭാസ്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. തുറമുഖത്തെ പദ്ധതി പ്രദേശത്തെ കരഭാഗവും അനുബന്ധ നിർമ്മാണം നടക്കുന്ന കടലിലെ പുലിമുട്ട് മേഖലയുമാണ് സമരത്തിന്റെ ഭാഗമായി ഇന്ന് മത്സ്യത്തൊഴിലാളികൾ വളഞ്ഞത്. ഷെക്കിന ന്യൂസ്, തിരുവനന്തപുരം.